ഹായ് കൂട്ടുകാരെ, നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാനേ തേങ്ങ വറുത്തരച്ചൊരു ബീഫ് കറി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കൂട്ടുകാർക്കും കൂടെ ഇന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ആ, തേങ്ങ വറുത്തരച്ച ബീഫ് കറി എന്ന് പറയുമ്പം കുറച്ച് കൂടുതൽ ചാറോട് കൂടി നമുക്ക് കിട്ടും. നല്ല ടേസ്റ്റുമാണ്. തേങ്ങ വറുത്തെടുക്കേണ്ട ഒരു പാട് മാത്രമേ ഉള്ളൂ കേട്ടോ. അതിനും ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് കാണണ്ടേ? അപ്പോൾ വാ കണ്ടിട്ട് വരാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന ബീഫ് എന്ന് പറയുന്നത് ഇതൊരു 3/4 കിലോ ബീഫാണ് കേട്ടോ. അപ്പോൾ ഇത് വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ അവർ കട്ട് ചെയ്താണ് തന്നത്. എങ്കിലും നമുക്ക് ചെറുതായിട്ട് ഒന്നുകൂടെ കട്ട് ചെയ്തൊക്കെ എടുക്കണം. അപ്പോൾ അതിൻ്റെ ചേരുവകൾ എന്താണെന്ന് വെച്ചാൽ ചെറിയ ഉള്ളിയാണ് ഞാൻ ഇച്ചിരി കൂടുതൽ എടുത്തിട്ടുണ്ട്. സവോളയുണ്ട് കേട്ടോ, സവോളയും ഉരുളക്കിഴങ്ങ്, ഒരു തക്കാളി, ഇതൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി ഇത് ഉപ്പും വിനാഗിരിയും ഒക്കെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കണം. ചോരമയം ഒന്ന് പോകണം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് കഴുകിയൊക്കെ എടുക്കുക. ഒരു 4-5 പ്രാവശ്യമെങ്കിലും നന്നായിട്ട് കഴുകണം. അപ്പോൾ അത് ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റിയിട്ടുണ്ട്, വെള്ളം ഒന്ന് വലിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ പിന്നെ പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ കുരുമുളക് പൊടിയാണ്, പിന്നെ ഗരം മസാലപ്പൊടി, പിന്നെ അല്പം വെളിച്ചെണ്ണ, കുറച്ച് കറിവേപ്പില, പിന്നെ ചെറുനാരങ്ങ, പകുതി ചെറുനാരങ്ങയുടെ നീരും കൂടെ അതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടെ നമുക്ക് നമ്മുടെ കൈ കൊണ്ട് തന്നെ നമുക്ക് ഒന്ന് തിരുമ്മി പിടിപ്പിക്കണം. സ്പൂണ് വെച്ചിട്ടൊന്നും ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ അത്രയും അങ്ങോട്ട് മസാല പിടിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് തിരുമ്മി പിടിപ്പിച്ച് വെക്കണം. ഒരു 10 മിനിറ്റ് ഇരുന്നോട്ടെ. എന്നിട്ട് നമുക്കിത് കുക്കറിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിത് കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ബീഫ് കറിക്കാണ്, അപ്പോൾ നമുക്ക് വെള്ളം വേണം. ഫ്രൈ ചെയ്യാനൊക്കെ ആണെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ കുക്കറിലേക്ക് വെച്ചു. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് അടുത്ത കാര്യം എന്ന് വെച്ചാൽ തേങ്ങ വറുത്തരയ്ക്കണം. അപ്പോൾ തേങ്ങയുടെ കൂടെ പെരിഞ്ചീരകവും ചെറിയുള്ളിയും കറിവേപ്പിലയും ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാൻ പോയിണ്. തേങ്ങ ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരണം. അതിനുശേഷം നമുക്ക് അതിലേക്ക് പൊടികളൊക്കെ ചേർക്കാം. അപ്പോൾ നമുക്ക് തേങ്ങ വറുത്ത് കിട്ടുന്ന സമയം കൊണ്ട് കുറച്ച് ഐറ്റംസ് ഒക്കെ ഒന്ന് വഴറ്റാനുണ്ട്. അപ്പോൾ ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ അല്പം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തേങ്ങാക്കൊത്ത് ചേർക്കണമെന്ന് വെച്ചാൽ ബീഫ് കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കും കേട്ടോ. അപ്പോൾ അത് ഈ സമയത്ത് തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും വഴറ്റുമ്പോൾ തന്നെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും തേങ്ങാക്കൊത്തും ഒക്കെ നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടി. ഇനി അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത്, ഞാൻ 2 സവോള എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. കൂടുതലും ചെറിയ ഉള്ളിയാണ് ഞാൻ ചേർക്കുന്നത്. ബീഫ് കറിക്കെന്ന് വെച്ചാൽ ചെറിയ ഉള്ളിയാണ് കൂടുതലും ടേസ്റ്റ്. അതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും ഉണ്ട്. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഈ സവോളയൊക്കെ നമ്മൾ വഴറ്റാനൊക്കെ ഇടുമ്പം അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാറുണ്ടല്ലേ. എല്ലാവർക്കും അറിയാം, ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ സവോള പെട്ടെന്ന് വഴന്ന് കിട്ടുമെന്നല്ലേ. ആ ടിപ്പ് എല്ലാ വീട്ടമ്മമാർക്കും അറിയാം അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി ആ സവോള നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. അപ്പോൾ പെട്ടെന്ന് കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 3 അടുപ്പിലായിട്ടാണ് വെച്ചിരിക്കുന്നത്. തേങ്ങ വറുക്കാൻ വെച്ചിട്ടുണ്ട്, ബീഫ് വേകാൻ വെച്ചിട്ടുണ്ട്, പിന്നെ ഇത് വഴറ്റാനും വെച്ചിട്ടുണ്ട്. അപ്പോൾ തേങ്ങ വറുത്ത് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് പൊടികൾ ആദ്യമേ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തു. പിന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. മുളക് പൊടി ഞാൻ ചേർത്തത് സാധാ മുളക് പൊടിയും പിന്നെ കാശ്മീരി മുളക് പൊടിയും ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു, ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഈ പൊടികൾ ചേർത്ത് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുക. അവളല്ലേ പൊടികൾ കരിഞ്ഞു പോകും. അപ്പോൾ ഇതിന് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ചൂടാറിയതിന് ശേഷം അരച്ചെടുക്കും. അപ്പോൾ കുക്കർ വിസിലടിച്ചിട്ടുണ്ട്, ഒരു 6 വിസിൽ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇവിടെ നമ്മുടെ സവോളയൊക്കെ വഴന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ഒരു ഉരുളക്കിഴങ്ങാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഉരുളക്കിഴങ്ങ് വേകുന്നതിനായിട്ട് ഞാൻ ഇതിലേക്ക് കുക്കർ തുറന്നു കഴിഞ്ഞ് അതിലേക്ക് അതിൽ വെള്ളം ഉണ്ടല്ലോ, നമ്മൾ ബീഫ് വെന്ത വെള്ളമുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വെള്ളം, ഒരു 2 തവിയോളം വെള്ളം ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തൊന്ന് വഴറ്റിയാണ്. അപ്പോൾ ഈ കിഴങ്ങ് വേകുന്നതിന് ആവശ്യമായിട്ടാണ് വെള്ളം നമുക്കിന് ചേർക്കേണ്ടത്. അപ്പോൾ വെള്ളത്തിന് പകരമാണ് ഞാൻ ബീഫ് വെന്ത വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതും ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ വേറെ തണുത്ത വെള്ളമൊന്നും എടുത്ത് ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ വെള്ളത്തിൽ കിടന്ന് തന്നെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കണേ. ഞാനൊരു ചെറിയ തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്കിതിലേക്ക് ചേർക്കാം. അപ്പോൾ ഇതിങ്ങനെ പ്രത്യേകം വഴറ്റി ഇറച്ചിയിലേക്ക് ചേർക്കുന്നതാണ് ഒരു പ്രത്യേക ടേസ്റ്റ് വരുന്നത്. അതാണ് ഞാൻ പറഞ്ഞ ഒരു സീക്രട്ട് എന്ന് പറയുന്നത്, ഒരു പ്രത്യേക ടേസ്റ്റാണത്.
നമ്മൾ ഇറച്ചിയുടെ കൂടെ ഇട്ട് ഇതൊക്കെ ചെയ്യുന്നതിനേക്കാളും ഇങ്ങനെ ചെയ്യുന്നതാണ് കൂടുതലും ടേസ്റ്റ്. ചെയ്യുന്നവരും ഉണ്ടായിരിക്കും അല്ലേ, ഇങ്ങനെ അറിയാവുന്നവരും കാണും. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അപ്പോൾ നമ്മുടെ ഇറച്ചിയൊക്കെ വെന്തല്ലോ, അപ്പോൾ അതിലേക്ക് നമ്മൾ ആ വഴറ്റി വെച്ച എല്ലാം അതിലേക്ക് ചേർത്ത് കൊടുക്കണേ. അപ്പോൾ ചൂടാറിയതിന് ശേഷം ഞാൻ ആ മിക്സിയുടെ ജാറിലിട്ട തേങ്ങാക്കൂട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നേ. ഇനി ആ അരപ്പും കൂടെ അതിലേക്ക് ചേർക്കണേ. അപ്പോൾ വെള്ളം ചേർത്തല്ല ഞാനിത് അരച്ചെടുത്തത്. ആദ്യം ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് പിന്നെ ഒരു 1/2 സ്പൂൺ വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ നല്ല കട്ടിക്ക് കിട്ടിയിട്ടുണ്ട് അരപ്പ്. ഇനി എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ കറി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഈ കറിയിലേക്ക് നമുക്ക് മല്ലിയില ഉണ്ടെങ്കിൽ അല്പം ഇട്ട് കൊടുക്കാം. ഇപ്പോൾ എൻ്റെ കൈവശം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്, അല്ലെങ്കിൽ കറിവേപ്പില ഇട്ടാലും മതി. ഇപ്പോൾ ഇതേ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്, നല്ല സ്മെല്ല് വരുന്നുണ്ട് ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പം. ഇപ്പോൾ ഇനി നമുക്ക് ചേർക്കേണ്ടതെന്ന് വെച്ചാൽ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇതിലേക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഗരം മസാലപ്പൊടി നമുക്കൊരു ടീസ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കറിക്ക് വേണമെങ്കിൽ ഇനി വറുതാളിച്ച് ഒഴിക്കണമെങ്കിൽ ഒഴിക്കാം. പക്ഷേ ഞാൻ ഇനി ചെയ്യുന്നില്ല. കാര്യം വെച്ചാൽ നമ്മൾ തേങ്ങ വറുക്കാൻ എണ്ണ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, മാത്രമല്ല വഴറ്റാനും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് എണ്ണയുടെ ആവശ്യം വരുന്നില്ല. ഇപ്പം തന്നെ കറിയിൽ നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ബീഫ് കറി ചോറിൻ്റെ കൂടെ മാത്രമല്ല, അപ്പം, പൊറോട്ട, ചപ്പാത്തി, പുട്ട് എന്ന് വേണ്ട എന്തിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇനി എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചൊക്കെ ഇളക്കി എടുത്താൽ മതി. അപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കറി ഇവിടെ റെഡിയാണ്. കൂട്ടുകാർക്ക് ഈ കറിയുടെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയ കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടാക്കാനും മറക്കരുത്. അപ്പോൾ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതും കൂടെ ചെയ്തേക്കുക കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.